ഇപ്പോൾ ഒരു ഘട്ടം മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ മുന്നണി വിപുലീകരണം എന്നുള്ള പ്രതികരണമൊക്കെ UDF നിന്ന് കേട്ടിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം പറഞ്ഞു കേൾക്കുന്നില്ല. അപ്പോൾ ഉള്ളതിൽ കൊഴിഞ്ഞു പോകാതെ നോക്കുക എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ടാണോ എന്നറിയില്ല. അത് അവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം. കോൺഗ്രസ് മാനസിക പാല ഒഴിച്ചിട്ട് വർത്താനം മതി. കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ഒരു ചർച്ചയും നടക്കുന്നില്ല. അല്ല, പക്ഷെ അകത്തുനിന്ന് അറിയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വന്നാലും നല്ലത് അവർ വരട്ടെ, പക്ഷേ പാല തൊടാൻ നിൽക്കണ്ട, അത് വിട്ടുതരില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ലീഗിനെ സംബന്ധിച്ച് 3ാം തവണയും പ്രതിപക്ഷ സ്ഥാനത്ത് പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത് ആത്മഹത്യാപരമാണ്. അവരെ സംബന്ധിച്ച് ആ ഒരു ഇപ്പോൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ഇല്ല എന്നുള്ള ചൂട് അവർക്ക് തട്ടിയത് കൊണ്ടാണ് ലീഗ് ഇക്കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കുകയും കോൺഗ്രസിനെ ഒരു ഐക്യത്തിന് വേണ്ടിയുള്ള കാര്യം ഹൈക്കമാൻഡ് പറയണം എന്നുള്ള ഒരു നിലപാടിലേക്ക് ലീഗ് കുറച്ചുകൂടി കർക്കശമായി തന്നെ ഇതിൽ പ്രതികരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും ഒരുമിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ആവശ്യവും താൻ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്ന് VD സതീശൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ഇനി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യത്തിലേക്ക് എല്ലാ നേതാക്കളും എത്തിയാൽ ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ അവർക്ക് കൊള്ളാം. അല്ലെങ്കിൽ അപ്പുറത്ത് ഒരുപാട് ശക്തമായ തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രം മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നുള്ളതാണ്. നിലവിൽ ഇന്നത്തെ നടന്ന ചർച്ച എന്ന് വെച്ചാൽ വലിയ വിപുലമായ ചർച്ചകളൊന്നും അല്ല നടന്നിട്ടുള്ളത്. ആ ചർച്ചയിൽ വലിയ ആശങ്കകളില്ല.